കർത്താവിൽ പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി സ്വർഗീയ പിതാവ് നമുക്ക് തന്നല്ലോ. ഇന്നും എന്തെങ്കിലുമൊക്കെ പുതിയ കണക്ക് കൂട്ടലുകളുമായിട്ട് ഉണർന്നെഴുന്നേറ്റവരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാവും. ഇന്നലെ വരെയും കാര്യങ്ങളൊന്നും ശരിയായില്ല, ഇന്നു മുതലെങ്കിലും ഒരു പുതിയ തുടക്കം ആവശ്യമാണ് എന്നൊക്കെ ചിന്തിച്ചെഴുന്നേറ്റവരില്ലേ? അങ്ങനെ പല നിലകളിലാണ് ഓരോ പ്രഭാതവും നമ്മൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത് പോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല തുടങ്ങിയുള്ള ഈ പാട്ടിന്റെ വരികൾ പോലെ കർത്താവിൽ സന്തോഷിച്ചും കൊണ്ട് ഈ പുതിയ ദിവസം ആരംഭിച്ചവരുമുണ്ടല്ലോ. ലോകത്തിൽ ആര് നിങ്ങളെക്കുറിച്ച് കരുതുന്നതിനേക്കാൾ ദൈവം നിങ്ങളെ കരുതുന്നുണ്ട് എന്ന് ഉറപ്പായി നമ്മൾ വിശ്വസിക്കേണ്ട കാലഘട്ടമാണിത്. ഇന്നലെ സ്നേഹം നടിച്ചവർ ഇന്നൊരുപക്ഷെ നമ്മോടുകൂടെ ഉണ്ടായില്ലെന്ന് വരും. ഇന്ന് നമ്മോടുകൂടെ ഉള്ളവർ നാളെ ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരും. എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഭയപ്പെടേണ്ട. ഏതൊരാളും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരുതൽ കാണിക്കുന്നത് അവരുടെ മക്കളോടായിരിക്കും. സ്നേഹം പങ്കിടുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മക്കൾ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പനും അമ്മയും മക്കളും, ഇത് മൂന്നും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന്റെ കരുതൽ അത് ഏതെല്ലാം നിലകളിലാണെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അനേക വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്, അനേക ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. സമൂഹത്തിലാണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും, അല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ചിലർ സ്വയം വിചാരിക്കും, എനിക്ക് യാതൊരു വിലയുമില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാവാം, സൗന്ദര്യമില്ലാത്തത് കൊണ്ടാവാം. ഈ ചിന്ത ഒരുപക്ഷെ അപകർഷതാബോധത്തിൽ നിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ എനിക്ക് ആരുമില്ലെന്നും എന്നെ കരുതുവാൻ ആരുമില്ലെന്നും ഞാൻ ഏറ്റവും ചെറിയവനാണല്ലോ എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെയല്ല എന്ന് ഞാൻ ഈ വചനത്താൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും നഴ്സിംഗ് മുതലുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പഠനം നടത്തിയിട്ടുള്ള ഓരോരുത്തരോട് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരശാസ്ത്രം വളരെ വിശദമായിട്ട് അവർ പഠിക്കുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഇവരെ ഓരോരുത്തരുടെയും തലയിലെ മുടി എണ്ണാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം അടുത്ത ദിവസം, അത് ഒരു ഉപകാരമായിരിക്കും. സാധാരണഗതിയിൽ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും തലയിൽ എത്ര മുടിയുണ്ട് എന്ന് പരിഗണിക്കാറില്ല. ചിലപ്പോൾ പ്രായത്തിന്റെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായും മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. ചിലരൊക്കെ പൂർണ്ണമായും കഷണ്ടിയായി പോവുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണാറുണ്ട്. യൂട്യൂബ് സന്ദേശത്തോടൊപ്പം എൻ്റെ ഫോട്ടോയും ഇടുന്നത് കൊണ്ട് എൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് എൻ്റെ തലയിലെ മുടി ഇങ്ങനെ പൂർണ്ണമായും പോയതെന്ന്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ കഷണ്ടിയായതെന്ന് ഞാനങ്ങനെ പറയാൻ തയ്യാറല്ല കേട്ടോ. ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമുണ്ട്. ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും തലയിലെ മുടി സ്വർഗീയ പിതാവ് എണ്ണിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകം അങ്ങനെ എഴുതത്തില്ല. എണ്ണി നോക്കാമെന്നല്ല എഴുതിയിരിക്കുന്നത്, എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും തലയിലെ മുടി സ്വർഗീയ പിതാവ് എണ്ണിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കാര്യം എനിക്കറിയാം. കൊടും വെയിലത്തും മഴയത്തുമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമുക്കറിയാമല്ലോ. അവരുടെ കയ്യിൽ പുതിയ കറൻസി കൊടുത്താലും അത് അവരുടെ ഉപയോഗ രീതി അനുസരിച്ച് വേഗത്തിൽ മുഷിഞ്ഞു പോകുവാനോ ഉളുക്കം വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോ അറ്റവും മൂലമൊക്കെ പറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. മത്സ്യവ്യാപാരികളെ പോലെയുള്ള ആളുകൾ എപ്പോഴും അവരുടെ കൈ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർ ദിവസവും കൈകാര്യം ചെയ്യുന്ന കറൻസി അവർ ചെയ്യുന്ന ആ നിത്യത്തൊഴിലിനോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ പഴകിപ്പോകും. കുറച്ചൊക്കെ ചിലപ്പോൾ പിഞ്ചി കീറിയൊക്കെ പോയെന്നിരിക്കും. എന്നാൽ സമൂഹത്തിലെ ഓഫീസുകളിലോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ഉന്നത ഉദ്യോഗം വഹിക്കുന്നവരായാലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരായാലും അവരുടെ കയ്യിൽ ലഭിക്കുന്ന പണം അത്ര വേഗം മുഷിഞ്ഞു പോകാറില്ല. എന്നതുപോലെ ദൈവം ഒരു പ്രാവശ്യം മാത്രം മുടി എണ്ണിത്തിട്ടപ്പെടുത്തി വിട്ടിട്ടുള്ള ആളുകളുടെ തലയിൽ നിന്ന് വേഗത്തിൽ മുടി പൊഴിയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്നാൽ എൻ്റെ തല അങ്ങനെയല്ല. എല്ലാ ദിവസവും
പ്രഭാതത്തിൽ ആദ്യം ഞാൻ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ കരം എൻ്റെ തലയിലൂടി ഓരോ മുടിയിഴകളിലൂടി അത് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന അനുഭവമാണ്. ഇത് എൻ്റെ ഒരു ചിന്തയാണ്. ആരും സോഷ്യൽ മീഡിയയിലൊന്നും മെഴുകാനൊന്നും വരണ്ട. മനുഷ്യൻ ഏറ്റവും നിസ്സാരമെന്ന് കാണുന്ന, അപ്പോൾ തന്നെ സഹോദരിമാരായ സ്ത്രീകൾ ഉൾപ്പെടെ പുരുഷന്മാരായ മിക്കവാറും എല്ലാവരും ഉൾപ്പെടെ ഏറ്റവും സൂക്ഷിക്കുന്നതാണ് തലമുടി. ഓരോ ദിവസവും എത്ര എണ്ണം പൊഴിഞ്ഞു പോകുന്നുവെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്രിയരെ, ഞാൻ ഈ പറഞ്ഞത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ കരുതലുണ്ട്. നിങ്ങളുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്. നിങ്ങൾ തകർന്നു പോകുവാനോ എന്നും കണ്ണീരിലായി ജീവിക്കുവാനോ ദൈവം സമ്മതിക്കില്ല, അനുവദിക്കില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.